السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله الفائزين برضا الله. أما بعد. പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോകുന്ന ആളുകളുണ്ട്. മുതല് അതുപോലെ തന്നെ മറ്റു വസ്തുക്കൾ മറന്നു പോവുക, കളഞ്ഞു പോവുക, പാഴായി പോവുക, അങ്ങനെയൊക്കെ പലതും നഷ്ടപ്പെട്ട് വളരെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച് മഹാന്മാരായ സലഫ് സ്വാലിഹീങ്ങളായ മഹാന്മാര് പറഞ്ഞു കൊടുത്ത ഒരു ഖുർആനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്ത്, അതിനെ പറ്റിയാണ് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. സൂറത്തുൽ ദുഹ. വദ്ദുഹ വല്ലൈലി ഇദാ സജ മാ വദ്ദഅക റബ്ബുക വമാ ഖല എന്ന് തുടങ്ങുന്ന ആ സൂറത്ത്. ആ സൂറത്ത് പലരും പല എണ്ണങ്ങൾ പറയുന്നുണ്ടെങ്കിലും നമുക്ക് എണ്ണത്തിൽ ഒരു കൃത്യ നിലപാട് ഉണ്ടാവണമെന്നില്ല. നമുക്ക് ആ സംഗതി നിറവേറാൻ വേണ്ടി ഒരു നിശ്ചിത എണ്ണം 11, 7 അങ്ങനെ നിശ്ചിത എണ്ണങ്ങൾ നമുക്ക് സ്വീകരിക്കാവുന്നതും, ഇനി ആരെങ്കിലും അത്ര രൂപത്തിൽ എണ്ണങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് പ്രകാരം ചെയ്യാവുന്നതുമാണ്. അതിൽ തെറ്റൊന്നുമില്ല. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച് സലഫു സ്വാലിഹീങ്ങൾ ചെയ്തു പോകുന്നൊരു കാര്യം മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് കാണാം. റവാഅൻ ജമാഅത്തിൻ മിന സലഫി, മഹാന്മാരായ സലഫു സ്വാലിഹീങ്ങളിൽ നിന്ന് വലിയൊരു സംഘത്തെ തൊട്ട് റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്താണ്? അന്നഹും കാനു യഖറഊന സൂറത്തുൽ ദുഹ, അവര് വദ്ദുഹ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖല എന്ന് തുടങ്ങുന്ന ദുഹ സൂറത്ത് അവര് ഓതാറുണ്ടായിരുന്നു. അൽ തരീഫത്തി വദ്ദാലത്തി, അവർക്ക് നഷ്ടപ്പെട്ടു പോയ വസ്തു ലഭിക്കാൻ വേണ്ടി, അവർക്ക് നശിച്ചുപോയ വസ്തു തിരികെ ലഭിക്കാൻ വേണ്ടി അവർ ഓതാറുണ്ട്. നഷ്ടപ്പെട്ടത് അവർക്ക് തിരിച്ച് കിട്ടുകയും നശിച്ചു പോയത് അവർക്ക് തിരിച്ചു ലഭിക്കുകയും ചെയ്യാറുണ്ട് എന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാണ്. അങ്ങനെ സലഫു സ്വാലിഹീങ്ങൾ ചെയ്യാറുണ്ട് എന്നതാണ് പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു തആലക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പലതും നഷ്ടപ്പെടുത്താം. അള്ളാഹു തന്ന എന്തും അവർക്ക് പിൻവലിക്കുകയും ആ കാര്യത്തിലുള്ള ഗുണങ്ങളും നന്മകളും അള്ളാഹുവിനെ എടുത്തു കളയുകയും ചെയ്യാം. ആ സമയത്തൊക്കെ മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായ ക്ഷമയും പൂർണ്ണമായ സഹനവും കൈക്കൊള്ളലാണ് മുഅ്മിനായ മനുഷ്യൻ ചെയ്യേണ്ടത്. പല ആളുകളും ജീവിതത്തിന്റെ പല അനുഭവങ്ങളിൽ നിന്നാണ് പലതും പഠിക്കാറുള്ളത്. നമുക്കൊരു കാര്യം നഷ്ടപ്പെടുമ്പോൾ ആ നഷ്ടപ്പെടുന്ന വിഷയത്തിൽ നിന്ന് നമുക്ക് പലതും പഠിക്കാനും മനസ്സിലാക്കാനും തീർച്ചയായും ഉണ്ട്, യാതൊരു സംശയവുമില്ല. അപ്പോ അല്ലാഹു തആല നമ്മുടെ നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു ലഭിക്കുകയും അതിനേക്കാൾ നന്മകളിൽ നമ്മൾ അല്ലാഹു തആല നിലനിർത്തുകയും ചെയ്യട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഈ സൂറത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ്. നഷ്ടപ്പെട്ടത് തിരിച്ചു ലഭിക്കാൻ വേണ്ടി നമുക്ക് ഈ സൂറത്ത് ഓതുകയും അത് പതിവാക്കുകയും ചെയ്യാവുന്നതാണ്. അല്ലാഹു തആല നമുക്ക് അതനുസരിച്ച് ജീവിക്കാനുള്ള ഭാഗ്യം നൽകുമാറാവട്ടെ. നഷ്ടപ്പെടുമ്പോഴേക്ക് പ്രയാസങ്ങൾ പറഞ്ഞ് അട്ടഹസിക്കുകയോ കരയുകയോ ക്ഷമ കൈക്കൊള്ളാതിരിക്കുകയോ അതുപോലെ അല്ലാഹുവിന്റെ വിശ്വാസം നഷ്ടപ്പെടുന്ന രൂപത്തിൽ പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ നഷ്ടപ്പെടുമ്പോഴേക്ക് മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയോ ഒന്നും ചെയ്യാതെ വളരെ ക്ഷമയോടും സഹനത്തോടും വളരെ ബുദ്ധിപരമായും കാര്യങ്ങളെ സമീപിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുക. അതോടുകൂടെ അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുകയും ചെയ്യുക. അത് നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ വളരെ മുന്നേറ്റത്തിന് കാരണമാണ്. അല്ലാഹുവിന്റെ സഹായം എല്ലാത്തിനും അത്യാവശ്യമാണ്. അതോടുകൂടെ അത് ലഭിക്കാനുള്ള മറ്റു മാർഗങ്ങളിൽ നമ്മൾ ഇടപെടുകയും ചെയ്യുക. അത് രണ്ടും നമുക്ക് ആവശ്യമാണ്. അല്ലാഹുവിനോട് സഹായം ചോദിക്കുകയും അതോടൊപ്പം ആശുപത്രിയിൽ പോവുകയും, രണ്ടും മുഅ്മിനായ മനുഷ്യന്റെ രണ്ട് കാര്യവും പടച്ച റബ്ബ് തന്നെ പഠിപ്പിച്ച വിഷയമാണ്. നമുക്കതുമായൊക്കെ ബന്ധപ്പെടാവുന്നതുമാണ്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.